ഹായ് ഫ്രണ്ട്സ്, ഒത്തിരി നാളായി കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. കാരണം എൻ്റെ മോന് നാളെ ഒരു സർജറിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് വന്നു എന്നുള്ളത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പല വീട്ടുകാരും പല പാരൻസും ഇതുപോലെ ചിലപ്പോൾ സഫർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് കൂടി ഇതൊരു പ്രയോജനമാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മോന് അഡിനോയിഡിൻ്റെയും ടോൺസിലിൻ്റെയും ഒരു സർജറി ഉണ്ട്. അഡിനോയിഡക്ടമിയും ടോൺസിലക്ടമിയും എന്നാണ് ഇതിനെ പറയുന്നത്. ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ കുഞ്ഞ് ഒത്തിരി നാളായി ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെസ്റ്റ് ഇൻഫെക്ഷനും കോൾഡും ഒക്കെ വരാറുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും വരുന്നതാണ്, സാധാരണയാണ്. പക്ഷേ അങ്ങനെ ഇരിക്കവേ എന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആവും, എല്ലാ മന്തും ആൻറ്റിബയോട്ടിക് എടുക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, ഫ്ലൂ വാക്സിൻ എടുത്തു. ഫ്ലൂ വാക്സിൻ എടുത്തപ്പോഴത്തേക്ക് കണ്ടിന്യൂസ് കോൾഡ് ജലദോഷം മാറുന്നതേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സബൈൻ ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ മുഹമ്മദ് റൈസ് സാർ പറഞ്ഞു, ഒരു ENT ഒപ്പീനിയൻ നിങ്ങൾ എടുക്കൂ, എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ചിലപ്പോൾ അഡിനോയിഡിൻ്റെ ഇഷ്യൂ ആണ് എന്നുള്ളതുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേയോ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ അഡിനോയിഡ് ഗ്ലാൻസ് അങ്ങ് ചുരുങ്ങും, പിന്നെ അപ്പോൾ നമുക്ക് വലിയ സീൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ENT ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ നമുക്ക് ആദ്യം സ്പ്രേ യൂസ് ചെയ്തു, മെറ്റാ സ്പ്രേ യൂസ് ചെയ്യാൻ തന്നു, നേസൽ ഡ്രോപ്സ് തന്നു. അങ്ങനെ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്തു 1 മന്തോളം നമ്മൾ മെറ്റാ സ്പ്രേ യൂസ് ചെയ്തിട്ടും ഇതിനൊരു മാറ്റവും ഇല്ല. അങ്ങനെ രണ്ട് ടെസ്റ്റ് പറഞ്ഞു. ഓഡിയോമെട്രിയും ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഹിയറിംഗ് ലോസ് ചെറുതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് ബൈ ബർത്തിലുള്ള ഹിയറിംഗ് ലോസ് അല്ല, അല്ലാണ്ടുള്ള ഹിയറിംഗ് ലോസ് ആണ്. മേ ബി അത് അഡിനോയിഡിൻ്റെ ഇഷ്യൂ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ മാഡം പറഞ്ഞു, ശരി നമുക്കൊരു 1 വീക്കും കൂടി നേസൽ ഡ്രോപ്സ് യൂസ് ചെയ്ത് നോക്കാം. 1 വീക്ക് കഴിഞ്ഞിട്ട് മാറുന്നതേ ഇല്ല. അങ്ങനെ അവർ പറഞ്ഞു, നമുക്ക് മെഡിക്കൽ മാനേജ്മെൻ്റ് എല്ലാം ഇതിൽ കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് സർജിക്കൽ മാനേജ്മെൻറ്റേ ഉള്ളൂ, നിങ്ങളൊരു സർജറി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ മാഡം തന്നെ കുറച്ച് ഡോക്ടേഴ്സിനെ നമുക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗീതാഞ്ജലിയിൽ ഡോക്ടർ അരുൺ എസ് നായർ സാറിനെയാണ് കാണിച്ചത്. അപ്പോൾ സാറ് ഫസ്റ്റ് നമ്മുടെ ഈ ഓഡിയോയുടെ മറ്റേ റിപ്പോർട്ടെല്ലാം കണ്ടപ്പോൾ തന്നെ സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നാസോഫാരിഞ്ചൽ എക്സ്റേ എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എക്സ്റേ എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് അതിൽ നമുക്ക് അഡിനോയിഡ് വളരെ വ്യക്തമായിട്ട് അതിൽ കാണാം. സാധാരണ സോഫ്റ്റ് ടിഷ്യൂ ആയതിൻ്റെ എക്സ്റേയിൽ നമുക്ക് കാണാൻ പാടാം, പക്ഷേ ഇത് ഇച്ചിരി എൻലാർജ് ആയതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ ചെറിയ നാരോ സ്പേസ് മാത്രമേ അവന് ശ്വാസം എടുക്കാൻ പറ്റുന്നുള്ളൂ. അതായത് ഈ അഡിനോയിഡ് എന്ന് പറയുന്നത്, അഡിനോയിഡ് നമ്മുടെ മൂക്കിൻ്റെ പുറകിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മൂക്കിൽ കൂടി ശ്വാസം എടുക്കുമ്പോൾ ഇത് അവിടെ ബ്ലോക്ക് ആവും. അപ്പോൾ ലങ്സിലേക്ക് ശ്വാസം എത്താതെ വരും. കുട്ടികൾ വാ വഴി ശ്വാസം എടുക്കാൻ നോക്കും. അപ്പോൾ ഇവൻ രാത്രി കിടന്നുറങ്ങുമ്പോഴേ, ഇവൻ്റെ മെയിൻ സിംറ്റംസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി കിടന്നുറങ്ങുമ്പോഴും അല്ലാതെയൊക്കെ ഇരിക്കുമ്പോഴും വാ വഴിയാണ് ശ്വാസം എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാണത് കുറച്ചുകൂടി വാ വഴി ശ്വാസം എടുക്കുന്നത് കുറച്ചുകൂടി കൂടിയത് ഇപ്പോഴാണ്. ഈ ഗ്ലാൻഡ് നല്ല വലുതായതിനു ശേഷമാണ് വാ വഴി കുറേ കൂടി ഇങ്ങനെ ശ്വാസം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ റെക്കറൻ്റ് ആയിട്ടുള്ള റണ്ണിങ് ന്യൂസ്, ജലദോഷം വന്നു കഴിഞ്ഞാൽ മാറുന്നതേ ഉണ്ടായിരുന്നില്ല. സാധാരണ ചിലർക്ക് 2-3 ദിവസം സിട്രസിനോ മോണ്ടക്കൽസിയോ കൊടുക്കുമ്പോൾ ഓക്കെ ആവുമായിരുന്നു, പക്ഷേ ഇപ്പോൾ മാറുന്നതേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കാൻ നമ്മൾ അതെടുത്തു. അപ്പോൾ സാർ പറഞ്ഞു, എന്തായാലും സർജറി തന്നെയാണ് ചെയ്യേണ്ടത്, മെഡിക്കൽ മാനേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനി നമുക്ക് അത് വലിയ പെയിൻലെസ് ആണ്. പുതിയ ടെക്നോളജിയിലുള്ള കോബ്ലേഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പെയിൻലെസ് ആണ്, മിനിമൽ ബ്ലീഡിംഗ് ആണ്. പിന്നെ നമ്മുടെ അതായത് ഇതിനടുത്തുള്ള സോഫ്റ്റ് ടിഷ്യൂസിനൊന്നും ഇഞ്ചറി ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഇത് സർജറി ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ അവർ മൗത്ത് ബ്രീത്തിങ് ആണോ നേസൽ ബ്രീത്തിങ് ആണോ, കോൾഡ് വന്നിട്ട് എത്ര ദിവസമായി എന്നുള്ളത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.